കോഴിക്കോട് MDMA കേസിൽ ടാൻസാനിയ സ്വദേശികളായ 2 പേർ പിടിയിലായി. ലവ്ലി പ്രൊഫഷണൽ യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികളായ ഡേവിഡ് എൻഡി, അറ്റ്ക ഹർണ എന്നിവരാണ് പിടിയിലായത്. ഹരിയാനയിൽ വെച്ചാണ് ഇവരെ കുന്നമംഗലം പോലീസ് പിടികൂടിയത്. പ്രതികളുടെ അക്കൗണ്ടിൽ ചുരുങ്ങിയ കാലം കൊണ്ട് നടന്നത് കോടികളുടെ ഇടപാടുകളാണെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത 227 ഗ്രാം MDMA പിടികൂടിയ കേസ്. സംഭവത്തിൽ മയക്കുമരുന്നിന്റെ ഉറവിടം തേടി മെഡിക്കൽ കോളേജ് ACPയുടെ നേതൃത്വത്തിൽ കുന്നമംഗലം SHO കിരണും സംഘവും മുന്നിട്ടിറങ്ങി. അന്വേഷണത്തിൽ മൈസൂരുവിൽ നിന്ന് മുഹമ്മദ് അജ്മൽ പിടിയിലായി. അജ്മലിനെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് പഞ്ചാബിൽ വെച്ച് ടാൻസാനിയ പൗരന്മാർ അറസ്റ്റിലാകുന്നത്. 22 വയസ്സുള്ള ഡേവിഡ് എൻഡി, 21 വയസ്സുള്ള അറ്റ്ക ഹർണ എന്നിവരാണ് അറസ്റ്റിലായത്. പഞ്ചാബിലെ ലവ്ലി പ്രൊഫഷണൽ യൂണിവേഴ്സിറ്റിയിലെ കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥിയാണ് ഡേവിഡ് എൻഡി. BBA വിദ്യാർത്ഥിയാണ് അറ്റ്ക ഹർണ. പ്രതികളുടെ ബാങ്ക് അക്കൗണ്ട് വഴി നടന്നത് കോടികളുടെ ട്രാൻസാക്ഷനാണ്. മയക്കുമരുന്ന് വിൽപ്പന നടത്തി കോടികളാണ് ചുരുങ്ങിയ കാലം കൊണ്ട് പ്രതികൾ സമ്പാദിച്ചത്. ഇതിലൂടെ ലഭിച്ച പണം ഉപയോഗിച്ച് ആഡംബര ജീവിതമാണ് ഇരുവരും നയിച്ചത്. നമ്മുടെ ഈ അറസ്റ്റിലായ 2 വ്യക്തികളുടെ അവരുടെ അക്കൗണ്ടുകൾ പരിശോധിച്ച സമയത്ത് ഈ ഡേവിഡ് എൻഡമിയുടെ അക്കൗണ്ടുകളിൽ നിന്ന് പല അക്കൗണ്ടുകളാണ് അയാൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഏകദേശം 1 കോടി രൂപയോളം വരുന്ന ട്രാൻസാക്ഷനുകൾ നടന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൽ എത്തുന്ന പൈസയൊക്കെ പെട്ടെന്ന് തന്നെ വിഡ്രോ ചെയ്തിട്ടുള്ളതാണ് കാണാൻ സാധിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ അറ്റ്ക ഹർണ ആ ലേഡിയുടെ അക്കൗണ്ടുകളിൽ ഏകദേശം 30 ലക്ഷം രൂപയോളം വരുന്ന ട്രാൻസാക്ഷൻസും നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ടീം അവിടുന്ന് ഇവരുടെ 2 ലാപ്ടോപ്പും അതുപോലെ 3 മൊബൈൽ ഫോണുകളും സീസ് ചെയ്തിട്ടുണ്ട്. അത് കൂടുതൽ ശാസ്ത്രീയ പരിശോധന നടത്തേണ്ട ആവശ്യകത കൂടിയുണ്ട്. പ്രതികളെ ചോദ്യം ചെയ്യുന്നതിലൂടെ കൂടുതൽ മയക്കുമരുന്ന് സംഘങ്ങളിലേക്ക് കൂടി എത്താൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് അന്വേഷണ സംഘം. ജനം, കോഴിക്കോട്.